ജീവിതത്തിൽ ഗുണ്ടയെയും വില്ലനെയും കണ്ടിട്ടില്ല എന്നും അടിപിടി പടം സംവിധാനം ചെയ്യില്ല എന്നും സർവം മായയുടെ സംവിധായകൻ അഖിൽ സത്യൻ. സീരിയസ് പടങ്ങളിൽ നിന്നും മാറി വിനോദത്തിന്റെയും തമാശയുടെയും ലൈൻ പിടിക്കുകയാണെന്ന് നടൻ നിവിൻ പോളി. സർവം മായയുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് ചിത്രത്തിലെ പ്രേതം കൂടി എത്തിയതോടെ സംഗതി ജോറായി. വെറുതെ നിന്നാൽ തന്നെ ഒരു പ്രേത ഫീലാണ്. സർവമായ തിയേറ്ററിലെത്തി ആദ്യ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ദുബായിൽ ചിത്രത്തിന്റെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു താരങ്ങളും അണിയറ പ്രവർത്തകരും. സിനിമയിൽ അച്ഛൻ സത്യൻ നന്ദിക്കാടിന്റെ വഴി തന്നെയാണ് തനിക്കിഷ്ടമെന്ന് സംവിധായകൻ അഖിൽ സത്യൻ. ഞാനൊരു ബോംബ് കണ്ടിട്ടില്ല, ഞാൻ വില്ലന്മാരെ ഗുണ്ടകളെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കാണാത്ത കാഴ്ച എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനും അച്ഛനും അനൂപും ചിന്തിക്കുന്നതെല്ലാം ഒറിജിനൽ കണ്ടന്റാണ്. എനിക്കിപ്പോൾ ഒരു ആക്ഷൻ പടം, മിസ്റ്ററിയും സൂപ്പർ ഹീറോ പടമൊക്കെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിനകത്തേക്ക് ഒരു പേഴ്സണൽ ത്രില്ലില്ല. എനിക്കെപ്പോഴും റിയൽ ഇൻസിഡൻറ്റിൽ നിന്നുണ്ടാക്കുന്ന ഒറിജിനൽ സ്റ്റോറീസിനാണ് എനിക്ക് താല്പര്യം. ചിത്രം എഴുതി തുടങ്ങുമ്പോൾ മുതൽ നിവിൻ പോളി തന്നെയായിരുന്നു മനസ്സിൽ. അതിന്റെ കാരണം ഇങ്ങനെ: അമ്മ വളർത്തിയ കുട്ടിയാണ്. അച്ഛന് ശ്രീനങ്ങളാണ് ആ സമയത്ത് ഫുൾ. അപ്പൊ ഞങ്ങളെ വളർത്തിയ അമ്മയാണ്. അപ്പോൾ എന്നെ പോലെ തോന്നുന്ന ഒരു പയ്യനെ കണ്ടത് നിവിനിലാണ്. പയ്യനല്ല, 40 വയസ്സായി. പക്ഷെ എന്നാലും എനിക്കൊരിക്കലും ഒരു പോയിന്റ് അപ്പുറത്തേക്ക് താരം എന്നുള്ള ഒരു ഭാരം നിവിൻ തന്നിട്ടില്ല. കൂടെ ഫ്രണ്ട്സ് ചേർന്ന് നമ്മളിപ്പോൾ പുറത്ത് കറങ്ങാൻ പോകുന്ന ഫീലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ഫീലോ ആണ് നിവിനായിട്ട് കൂടെ ജോലി ചെയ്യുമ്പോൾ. സീരിയസ് കഥാപാത്രങ്ങളെ കുറെ അവതരിപ്പിച്ചു. തമാശയും വിനോദവും ഒക്കെ ചേർന്ന സിനിമ ചെയ്യണമെന്ന ആഗ്രഹമാണ് സർവം മായയിലെത്താൻ കാരണമെന്ന് നിവിൻ പോളി. കുറച്ച് നാളെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി ഫിലിം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം. കാരണം നമ്മൾ റെസ്പോൺസ് എപ്പോഴും നോക്കുമല്ലോ പ്രേക്ഷകർ എപ്പോഴും പറയുന്നത് ഇപ്പം ഹ്യൂമറുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യൂ എന്നുള്ള ഒരുപാട് റിവ്യൂസ് വരാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി സമയമായല്ലോ, കുറച്ച് സീരിയസ് സിനിമകളാണ് ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് റൈറ്റ്. ഇവർക്കിടയിലേക്ക് സിനിമയിൽ പ്രേതമായെത്തിയ റിയ ഷിബു കൂടി വന്നതോടെ തഗ്ഗുകളും പൊട്ടിച്ചിരികളുമായി. നമ്മൾ വിളിക്കുന്ന സെറ്റിലെ പട്ടിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ്, ഒന്നും പറയാനില്ല. നിർമ്മാതാവ് രാജീവ് മേനോൻ, കണ്ണൻ രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.